പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. അനേകർ മരണം വഴിയായി ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ അവരുടെ പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചപ്പോൾ കർത്താവിലുള്ള വിശ്വാസത്താലും അങ്ങനെയുള്ള ആശ്രയത്താലും അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ദീർഘമാക്കിയതിനാലും ഒരു പ്രഭാതം കൂടെ കാണുവാനോട് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ എഴുന്നേറ്റ് യാത്ര ചെയ്ത് തിരുവചനം പഠിക്കുവാനായിട്ട് തിരുസനിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനത്തെ പകർന്നു തരണമേ. ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാക്കണമേ. നോട്ട് ഫോർ സം ഇൻഫർമേഷൻ, ചില അറിവ് സമ്പാദിക്കാനായിട്ടല്ല, ഫോർ എ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിനായിട്ട് നീ കൃപ തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. റോമാലേഖനമാണ് നമ്മുടെ വിഷയം. വേദപുസ്തകത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാൾക്ക് തോന്നും വേണമെങ്കിൽ പൗലോസ് ആദ്യം എഴുതിയ ലേഖനം റോമാലേഖനമാണെന്ന്. കാരണം അതിൻ്റെ ആ കിടപ്പ് വേദപുസ്തകത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കാണുമ്പോൾ അങ്ങനെ അല്ല. പൗലോസ് ആദ്യം എഴുതിയ ലേഖനം എന്ന് പറയുന്നത് തെസ്സലോനിക്ക ലേഖനമായിരുന്നു ആദ്യം എഴുതിയത്. നിങ്ങളുടെ ബൈബിളിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉള്ള ഒരു ബൈബിളാണെങ്കിൽ, ഇപ്പോൾ ഭാരത് ബൈബിൾ സൊസൈറ്റി പുറപ്പെടുവിച്ചൊരു ബൈബിളാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ആദ്യത്തിൽ എല്ലാ ലേഖനങ്ങളും അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെ കാലം കൊടുത്തിട്ടുണ്ട്, ഏത് സമയത്താണ് ഓരോ നിർദ്ദേശം എഴുതപ്പെട്ടിരിക്കുന്നതാണ്. വേണമെങ്കിൽ അത് എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു ബൈബിളിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതി ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. ഏത് ബൈബിൾ സ്റ്റുഡൻറ്റ്, ഒരു വേറെ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ട കാലം അറിയുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഒന്ന് തെസ്സലോനിക്കരും 2 തെസ്സലോനിക്കരുമാണ് പൗലോസ് ആദ്യം എഴുതിയ ലേഖനങ്ങൾ. നമ്മൾ പഠിച്ചു, റോമാലേഖനം എഴുതിയത് തൻ്റെ 3ാം മിഷണറി യാത്രയിലാണ്. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, എനിക്കിനി ഇവിടെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്ക് വരുന്നെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുക്ക് വരണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ഇവിടെങ്ങും എന്ത് ചെയ്തില്ല, ഇനി എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്ക് വരുന്നത്. പിന്നാലെ നമ്മൾ പഠിക്കും. അപ്പോഴാണ് ഈ റോമാലേഖനം എന്ന് എഴുതുന്നതിൻ്റെ ഒരു വലിയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒത്തിരി അനുഭവ സമ്പത്തായി കഴിഞ്ഞു ഇപ്പോൾ പൗലോസിന്. ഒത്തിരി ആസ്യ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിച്ച് ആയിരക്കണക്കിന് ആളുകളെ പല ജാതിയിൽ നിന്ന്, ഭാഷയിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഈ സുവിശേഷം അംഗീകരിച്ച് അനുഭവിച്ച വരുന്നത് കണ്ട പൗലോസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. സോ നൗ ഹി ഈസ് ഇൻ എ പൊസിഷൻ ടു ഡിഫൈൻ വാട്ട് ദ ഗോസ്പൽ ഈസ്. സുവിശേഷം എന്താണെന്ന് യഥാർത്ഥമായിട്ട് നിർവചിക്കാൻ കഴിയുന്ന ഒരു പക്വത പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ താൻ വിശ്വസിച്ച് വന്ന പലതിനും യാതൊരു അർത്ഥമില്ലെന്നും അതൊന്നും രക്ഷയോടുള്ള ബന്ധത്തിൽ പ്രസക്തമല്ലെന്നും പൗലോസ് മനസ്സിലാക്കി. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് എ ഫുള്ളി മെച്യൂർഡ് പോൾ, വളരെ പക്വത വന്നൊരു പൗലോസിനെയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം പുള്ളി പണ്ട് പക്വത ഇല്ലാത്തവനായിരുന്നു എന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഇത്രയും നാളത്തെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഏതാണ്ട് ഒരു ഉദ്ദേശം ഒരു 40 വർഷത്തോളമായി ഈ വചനം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം റോമാലേഖനം എടുക്കുമ്പോൾ ജസ്റ്റ് ഫ്രം ദ സെമിനാരി, ഫ്രഷ് ഫ്രം ദ സെമിനാരിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഉടനെയാണ് എടുക്കുന്നത്. ഇറ്റ് വാസ് മോർ സ്കോളാസ്റ്റിക്. അവിടുത്തെ എൻ്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും അറിവ് ഇവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അറിവൊക്കെ ഇവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ നോട്ട്സ് ചെയ്യാൻ നിങ്ങൾക്ക് തരത്തില്ലെന്ന് പറയാൻ കാരണം ദാറ്റ്സ് മോർ സ്കോളാസ്റ്റിക്. അതിൻ്റെ ഗ്രീക്ക് പദം ഇന്നതാണ്, അതിൻ്റെ എബ്രായ പദം ഇതാണ്, അതാണ് ഇതാണ്. ഇറ്റ് വാസ് മോർ സ്കോളാസ്റ്റിക്. ഇപ്പം 40 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ശുശ്രൂഷയുടെ ഒത്തിരി ഭാഗങ്ങൾ കണ്ടു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി, ആത്മീയമായിട്ട് ഒത്തിരി പക്വത വന്നു.
മറ്റേത് 26 വയസ്സേ ഉള്ളായിരുന്നു ഇത് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ. എന്നാൽ ഇപ്പം 66ആയി. ജീവിതം എന്തുവാന്നൊക്കെ കുറേ എന്ത് ചെയ്തു. അപ്പം ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ റോമാലേഖനത്തിൻ്റെ സ്കോളാസ്റ്റിക് ഇൻഫർമേഷൻ തരാനല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവനും പ്രാക്ടിക്കലായിട്ട് ഹൗ വി ക്യാൻ ലിവ്. പൗലോസിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. വാട്ട് ഈസ് മൈ ഗോസ്പൽ? ഞാൻ പറയുന്ന സുവിശേഷം എന്താ? ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ട ആവശ്യകത എന്താ? ഈ സുവിശേഷം അംഗീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകൾ എന്താ? അത് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നവർ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ദാറ്റ്സ് ദ ഹോൾ റോമാലേഖനം. റോമാലേഖനം മുഴുവൻ അതാ. താൻ പറയുന്ന സുവിശേഷം എന്തുവാ? അത് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവായ എൻ്റെ സുവിശേഷം. വൈ ഷുഡ് ബി പ്രൊക്ലെയിംഡ്? എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടണം? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. 2, മറ്റൊരു മാർഗത്താലും അവർക്ക് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സാധിച്ചില്ല. കർമ്മമാർഗത്താലും കഴിഞ്ഞില്ല, യഹൂദന് ലഭിച്ചിരിക്കുന്ന ന്യായപ്രമാണ മാർഗത്താലും എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. പിന്നെ രക്ഷയ്ക്കായിട്ട് ആകെ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് വിശ്വാസമാർഗം. അത് തെളിയിച്ച പൗലോസ് 4-ാം അധ്യായത്തിൽ എന്ന് പറയുന്നു, നമ്മുടെ പൂർവ്വപിതായ അബ്രഹാമും നീതീകരണം പ്രാപിച്ചത് പ്രവൃത്തികളാലല്ല വിശ്വാസത്താലായിരുന്നു എന്നുള്ളത്. പിന്നെ താൻ പറയുകയാണ്, ഈ നീതീകരണം പ്രാപിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ കാണേണ്ട അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ എന്തൊക്കെയാ? 5, 6, 7, 8 അധ്യായങ്ങൾ അതാ. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യായമായിട്ടൊരു ചോദ്യം വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ന്യായപ്രമാണം, അപ്പം ഞങ്ങൾക്ക് ദൈവം തന്നതല്ലേ ഈ ന്യായപ്രമാണം, ഇത് തെറ്റാന്നാണോ പൗലോസ് നീ പറയുന്നത്? അല്ലല്ലല്ലല്ല. ന്യായപ്രമാണത്താൽ ഒരു ജഡവും എന്ത് ചെയ്തില്ല, നീതീകരിക്കപ്പെട്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവം ന്യായപ്രമാണത്തിനും കാരണമായ വിശ്വാസമാർഗം ദൈവം നൽകി തന്നു. 12 മുതൽ പൗലോസ് പറയുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് എന്ത് ചെയ്യണം, കാണണം. റോമാലേഖനം പഠിച്ചു കഴിഞ്ഞു നമ്മൾ. ഇത്രയേ ഉള്ളൂ റോമാലേഖനം. അപ്പോൾ ഈ നമ്മളിതിൻ്റെ സ്കോളാസ്റ്റിക് ഇൻഫർമേഷൻ അല്ല ഇവിടെ ഇനി നോക്കാൻ പോകുന്നത്. ഞാൻ അതേ അല്ല. ഇന്നലെ നമ്മൾ നിർത്തിയത് പൗലോസിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ആശയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് ആദ്യം എഴുതിയ ലേഖനം റോമാലേഖനം അല്ല. റോമാലേഖനമൊക്കെ എഴുതുന്നത് ഏതാണ്ടൊക്കെ തൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക്, അവസാനം എന്ന് പറഞ്ഞാൽ നിര്യാണ കാലത്തോടുള്ള ബന്ധത്തിലല്ല ഞാൻ പറഞ്ഞത്, തൻ്റെ ശുശ്രൂഷയുടെ. അപ്പോഴത്തേനൊക്കെ ഒത്തിരി ശുശ്രൂഷാമുഖത്ത് ഒത്തിരി പക്വത പൗലോസ് പ്രാപിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. പൗലോസ് നമ്മൾ ഇന്നലെ നിർത്തിയത് അല്ലേ, എന്താ പറയുക, പ്രാർത്ഥനയെക്കുറിച്ചല്ലേ? എവിടെ നിർത്തിയെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പൗലോസിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായിരുന്നു എന്ന് തൻ്റെ എല്ലാ ലേഖനങ്ങളിലും കാണാം. ഏതാണ്ട് 41 വാക്യങ്ങൾ, 41 നമ്മൾ കണ്ടു. പൗലോസ് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നിട്ട് നാം ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ പോവുക. അതിൻ്റെ 10-ാം വാക്യം, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇവിടെ നമ്മളൊരു കാര്യം പഠിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉണ്ടോ? ഉണ്ട്. അവർക്കൊരു 10-100 പേരുണ്ടെങ്കിലേ അവർക്ക് പ്രാർത്ഥന എന്ത് ചെയ്യത്തുള്ളൂ, വരുള്ളൂ. ഒരു 3 പേരുള്ളൊരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യത്തില്ല. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കില്ല. ഒരു 100 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു 3-4 പേര് ഒറ്റ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് അതിൻ്റെ പുറകിലെ ലക്ഷ്യം എന്തുവായിരുന്നു? മനുഷ്യൻ കാണണം. എനിക്ക് ഈ വാട്സപ്പിൽ രാവിലെ പണ്ട് ഒരു 10ഓളം പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു.
അവരെനിക്ക് വേണ്ടി ദൈവസന്നെ പ്രാർത്ഥിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരും. ആദ്യമൊക്കെ ഞാൻ പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ഓരോരുത്തരെയും വിളിച്ചു. ഞാൻ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഇതെനിക്ക് അയച്ചു തരുന്നത്, അതോ ദൈവം കേൾക്കാൻ വേണ്ടി? ദൈവം കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ വാട്സപ്പിൽ എനിക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. മേലാൽ എനിക്ക് എന്ത് ചെയ്യരുത്, അയക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോ, വെൽ ആൻഡ് ഗുഡ്. സ്വർഗത്തിൽ കാണുന്ന ദൈവം പ്രാർത്ഥിച്ചതിനും പ്രതിഫലം തരട്ടെ, പ്രാർത്ഥനയ്ക്കും മറുപടി തരട്ടെ. ഇവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രാർത്ഥനയ്ക്കും മറുപടി തരട്ടെ. അല്ല, എന്നെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ യു ഗോട്ട് എ റോങ് പേഴ്സൺ. നിങ്ങൾക്ക് ആളെ തെറ്റിപ്പോയി. ഒരാൾ നമ്മുടെ പ്രസ്ഥാനം തന്നെ വിട്ടുപോയി, ഒരു പാസ്റ്റർ. ഞാനിത് പറഞ്ഞുകൊണ്ട് നമ്മൾ വെൽ ആൻഡ് ഗുഡ്സ്, ഐ ഡോണ്ട് കെയർ. കറക്റ്റ് ചെയ്യേണ്ടപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇപ്പം പിന്നെ ആരും അയക്കാറില്ല. എല്ലാവരും ഞാൻ 10 എണ്ണത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, വാട്ട് ഈസ് മോഡ്, എന്തുവാ നിങ്ങളുടെ ഇതിൻ്റെ ഉദ്ദേശം ചോദിച്ചു. നിങ്ങൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ കേൾക്കത്ത് പോലുമില്ല. എന്നെ സുഖിപ്പിച്ചുള്ള പ്രാർത്ഥന കേൾക്കുന്നത് എനിക്ക് താല്പര്യവുമില്ല. അപ്പം മനുഷ്യർക്ക് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ഓർക്കുന്നോ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശവും നിങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. നിങ്ങൾ മുറിക്കകത്ത് കയറിയിരുന്ന വാതിലടച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്നൊരു പിതാവുണ്ട്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് പരസ്യമായിട്ട് നിങ്ങൾക്ക് അതിന് മറുപടി തരും. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ പറയാം, നീ പരസ്യത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ നിനക്ക് രഹസ്യത്തിൽ പോലും എന്ത് ചെയ്യത്തില്ല, മറുപടി ലഭിക്കത്തില്ല. ശ്രദ്ധിച്ചോ, ഇനി കർത്താവ് അതിനെക്കുറിച്ച് തന്നെ വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു പരീക്ഷനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഓർക്കുന്നു നിങ്ങൾ? കർത്താവ് പറഞ്ഞു പോവാ, രണ്ടുപേരും തെരുവീതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഉച്ചത്തിലെല്ലാവരും അവർ മനുഷ്യർ കാണേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇവിടെ പൗലോസ് പറഞ്ഞ് ശ്രദ്ധിക്കേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന് എൻ്റെ ദൈവം എനിക്ക് സാക്ഷി. ആരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ദൈവം സാക്ഷി. ക്രിസ്തീയ ജീവിതത്തിൽ നാം അങ്ങനൊരു ആറ്റിറ്റ്യൂഡ്, അങ്ങനൊരു മനോഭാവം വളർത്തിയെടുക്കണം. പ്രാർത്ഥനയിൽ മാത്രമല്ല, ഇൻ എവറി ഏരിയ ഓഫ് അവർ ലൈഫ്. അപ്പോൾ ഒരർത്ഥത്തിൽ പൗലോസ് ഇവിടെ ഒരു ചെറിയ കോഷൻ, നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. എന്നാണ്? നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? രഹസ്യത്തിലായിരിക്കണം, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ആയിരിക്കരുത്. എഴുതിക്കോ, വേണമെങ്കിൽ നോട്ട്സ് എഴുതിക്കോ. അവർ പ്രേയർ ഷുഡ് ബി, നമ്മുടെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ആയിരിക്കരുത് എന്ന് പൗലോസ് സ്വജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഇനി എന്താണ് തൻ്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്ന് നോക്കാം. താൻ എന്തുവായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്, എന്തുവായിരുന്നു ഉദ്ദേശം? 4 കാര്യങ്ങൾ താൻ അതിനകത്ത് പറയുന്നുണ്ട്. അല്ല, ആദ്യത്തെ നമ്മൾ മനസ്സിലായി, താൻ സമ്പാദിച്ച സഭയല്ലായിരുന്നു താൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നമ്മുടെ സമ്പാദിച്ചതിന് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല, അല്ലേ? പൗലോസ് പ്രാർത്ഥിക്കുക റോമാസഭ താൻ സമ്പാദിച്ചതല്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അതാണ് ഈ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ നേച്ചർ. രണ്ടാമത് നമ്മൾ കണ്ട കാര്യം എന്നാണെന്നറിയാമോ? മനുഷ്യർക്ക് കാണേണ്ടതിന് വേണ്ടി ആയിരുന്നില്ല പൗലോസ് എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ചിരുന്നത്. മൂന്നാമത്, തൻ്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്തുവാണ്? എന്തായിരുന്നു തൻ്റെ പ്രാർത്ഥന? ഒന്ന്, എനിക്ക് നിങ്ങളെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. 11-12 വാക്യങ്ങൾ വായിച്ചാണ്ട്. എല്ലാവരും വായിക്കണം കേട്ടോ ഇതിനകത്ത്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. പിന്നെ വായിച്ചോ. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിനും ഞാൻ നിങ്ങളെ കാണുവാൻ. 3 കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒന്ന്,
എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഐ റിയലി വാണ്ട് ടു സീ യു. കാര്യം എന്നാ, നിങ്ങളുടെ വിശ്വാസം ലോകം മുഴുവനും പ്രസിദ്ധമാണ്. ഞാൻ ഇവിടെ നിന്നൊരു കാര്യം നമ്മുടെ പ്രായോഗിക എവിടെങ്കിലും വല്ല നല്ല കാര്യം നടക്കുന്നെന്ന് കേട്ടാ ഒന്ന് പോയി കാണുന്നത് ഏറ്റവും നന്നായിരിക്കും. ആ സഭയിൽ നല്ലൊരു വലിയ അത്ഭുതം. നിന്നെ വിളിക്കുകയൊന്നും വേണ്ട. Go and visit that. റോമാ സഭയെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. അവരുടെ വിശ്വാസം എന്നുള്ളത് എന്തുവാണെന്നറിയാമോ? സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ ആൻഡ് വിസിറ്റ് ദീസ് പീപ്പിൾ. എനിക്കൊന്ന് പോയി ഇവരെ ഒന്ന് എന്ത് ചെയ്യണം, കാണണം. ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ കേട്ടു. അങ്ങനെ തന്നെ ആണോ ഇത്? പലയിടത്തും വല്ല കാര്യം കേട്ട് ചെല്ലുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. കാരണം മാർക്കറ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും പലരും ഉപയോഗിക്കുന്നത്, ഇല്ലേ? ഒരു 100 പേര് വന്ന യോഗത്തെ നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1000 പേരുള്ള ആളായിട്ട് പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റും. നമുക്ക് വന്നു നോക്കിയപ്പോൾ എന്ത് വരലെണ്ണ ആൾ പോലും ഇല്ല. അപ്പം ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ പൗലോസ് അവരെ ഒന്ന് ചെന്ന് കാണണമെന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുക. 2, ഞാൻ കാണുന്നത് എന്തിനു വേണ്ടിയാണെന്നും കൂടെ പറയുന്നുണ്ട്. എന്തിനാ ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയവരം നിങ്ങൾക്ക് വല്ലതും നൽകേണ്ടതിനും തന്നു, അതുമൂലം നിങ്ങളും ഞാനും ഒന്നുപോലെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും. ബാക്കി ഒന്നുകൂടെ വായിച്ച ആനന്ദമാക്കിയെന്നുള്ളത്, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയത വരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിനും. അതായത് പൗലോസ് പറയാ, അങ്ങനെ തരുന്നത് മൂലം നിങ്ങൾക്കും എനിക്കും, ത്രൂ മൈ മിനിസ്ട്രി ഐ വാണ്ട് യു ഷുഡ് ബി ബ്ലെസ്ഡ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് മാത്രമല്ല, ഞാനും അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാണ്ട് ഞാനൊരു വലിയ ദാതയാണ്, ഞാൻ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വല്ലതൊക്കെ തന്നേച്ച് പോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് ടു ബി ബ്ലെസ്ഡ് ബൈ യു. നിങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹമായി തീരുന്നത് പോലെ തന്നെ നിങ്ങളാൽ ഞാനും അനുഗ്രഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. ബീയിങ് എ ബ്ലെസ്സിങ്, നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളാൽ ഞാനും അനുഗ്രഹിക്കപ്പെടാനായിട്ട്. അല്ല, ഞാനിപ്പോൾ എല്ലാം ഫുൾ തികഞ്ഞവനായിട്ട് വന്നിരിക്കുക. നോ 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 നോ. അപ്പോൾ പൗലോസിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, 1, അവരെ കാണുക. 2, അവരുടെ ഇടയിൽ എന്ത് ചെയ്യുക, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക്, സ്ഥിരീകരണത്തിന് തന്നിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആത്മീയമായി എൻ്റെ ശുശ്രൂഷ കൊണ്ട് അവർക്ക് ലഭിക്കണം. 3, ആ ശുശ്രൂഷിക്കുന്നതിലൂടെ ഞാനും എന്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം. എന്തോ ഒരു നല്ലൊരു മെൻറ്റാലിറ്റിയാണെന്നറിയാമോ? മിനിസ്ട്രി ഈസ് നോട്ട് എ വൺ മാൻ ഷോ. ശുശ്രൂഷ എന്ന് പറയുന്നത് നീ തന്നെ എന്തൊക്കെയോ ചെയ്ത് പോകുന്നതല്ല. ആസ് യു മിനിസ്റ്റർ, നീ ശുശ്രൂഷിക്കുമ്പോൾ ശുശ്രൂഷ ഏൽക്കുന്നവരാൽ നീയും എന്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ശുശ്രൂഷയിൽ ബോറടിക്കത്തില്ല. കാരണം യു ആർ ബ്ലെസ്ഡ് എവറി ടൈം യു മിനിസ്റ്റർ. ഓരോ പ്രാവശ്യവും നീ ശുശ്രൂഷിക്കുമ്പോൾ നീ എന്ത് ചെയ്യുക, അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ ശുശ്രൂഷയിൽ ഈ ബേൺ ഔട്ട് ചെയ്യാന്ന് പറയുന്നത്, അയ്യോ എന്താ കാരണം ബേൺ ഔട്ട് ചെയ്തതിൻ്റെ കാര്യം? ഉള്ളതെല്ലാം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങോട്ടൊന്നും എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. ഇങ്ങോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കിട്ടുന്ന കാര്യമല്ല പറയുന്നത്. നീ ആത്മീയമായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ, നീയും അതോടൊപ്പം തന്നെ എൻറിച്ച് ചെയ്യപ്പെടണം, ശക്തീകരിക്കപ്പെടണം. അതൊരു പാട്ട് പാടുമ്പോഴും അതെ, പ്രസംഗിക്കുമ്പോൾ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരാൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുമ്പോൾ, ഒരാൾക്ക് വേണ്ടി നീ ആ വ്യക്തിയോട് ദൈവത്തിൻ്റെ ആലോചന പറയുമ്പോൾ എന്ത് ചെയ്യാന്ന് പറയുമോ, അത് നിന്നിലൂടെ യു ആർ റിഫ്രഷ്, നീ ശക്തീകരിക്കപ്പെടുക ചെയ്യുന്നത്, നീ ബലപ്പെടുക ചെയ്യുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, മിനിസ്ട്രി എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയല്ല. അത് കേട്ടിട്ടുണ്ടോ? ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊരു പരിപാടിയുണ്ട്. എന്തുവാ അത്? വലിയ ടാങ്ക്, ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞതാ.
ഒരു വലിയ ടാങ്ക്, ഇത് മുഴുവൻ വെള്ള. ഇവിടെ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ചെറിയ പൈപ്പ് ഇട്ടിട്ട് പോവുക. ഈ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഈ ചെടിയുടെ അവിടെ വരുമ്പോൾ മാത്രം പൈപ്പിൻ്റെ ഒരു ചെറിയ ഓട്ട ഇട്ടിരിക്കും. ഇവിടെ ഒരു ചെറിയ ഓട്ട, ഇവിടെ ഒരു ഓട്ട. ആ ചെടിക്ക് മാത്രം എന്ത് ചെയ്യും? തുള്ളി തുള്ളി തുള്ളിയായിട്ട് വെള്ളം കിട്ടും. അപ്പം ഇതൊരു 2 ആഴ്ചക്ക് 2 ദിവസത്തേക്ക് വെള്ളം മുഴുവൻ നിൽക്കും. എന്നാൽ പണ്ട് അങ്ങനല്ലായിരുന്നു. പണ്ട് എന്തുവായിരുന്നു? ഇതിനെ ഒരു ചാല് വെട്ടുക ചെയ്തിരുന്നത് പണ്ട്. അപ്പോൾ എന്തുവാ, ഇവിടൊക്കെ നിൽക്കുന്ന കൊച്ചു കൊച്ചു ചെടികൾക്കും കൂടെ എന്ത് ചെയ്തിരുന്നു? വെള്ളം കിട്ടിയിരുന്നു. ഇപ്പൊ അതിനല്ല, ഇപ്പൊ ആർക്ക് മാത്രമേ ഉള്ളൂ? ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട് ഇതിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് ഒഴുകി പോകുന്ന വഴിക്കൊന്നും എന്തില്ല, ആർക്കും ഒരു ഗുണവും കിട്ടുന്നില്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം നീയും ആ വ്യക്തിയും മാത്രമൊന്നുള്ളതല്ല. ആ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. ഒരുപക്ഷെ നീ പറഞ്ഞ ദൂത് കൃത്യമായിട്ട് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചായിരിക്കാം, പക്ഷേ ദൈവം ഫോക്കസ് ചെയ്ത ആരായിരിക്കാം. പക്ഷേ അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും എന്ത് ചെയ്തെന്നറിയാമോ? വിശ്വാസത്താൽ അത് ഏറ്റെടുത്ത്. ശരിക്കും ഞാൻ നനച്ചത് ഇതിനു വേണ്ടിയാ. സാധാരണ നാടശൈലി പറയും, തെങ്ങിനാ നനച്ചതെങ്കിലും ഗുണം വാഴയ്ക്കും ചീരയ്ക്കും ഒക്കെ എന്ത് ചെയ്തു? കിട്ടി. അന്നത്തെ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവർക്കും എന്ത് ചെയ്തെന്നറിയാമോ? അനുഗ്രഹം പ്രാപിച്ചു. അതുകൊണ്ട് എന്തുകൊണ്ടായ ഗുണമെന്നറിയാമോ? ശുശ്രൂഷിക്കുന്ന നീയും എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെട്ടു. ശുശ്രൂഷ കഴിയുമ്പോഴത്തേന് ആകെ ഇങ്ങനെ വാടിത്തളർന്നിരിക്കുകയല്ല, യു ആർ റിഫ്രഷ്ഡ്. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്ന. യു വിൽ ബി യങ് ഡേ ബൈ ഡേ ഇഫ് യു സ്റ്റാൻഡ് ഇൻ ദ മിനിസ്ട്രി. ഞാൻ പറയാറുണ്ട്, ശുശ്രൂഷയിൽ നീ ദൈവശക്തിയോടാണോ നിൽക്കുന്നത്, നീ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. മേൽക്കുമേൽ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് നീ മുന്നോട്ട് പോകും. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പറയാണ്, when I come, ഞാൻ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ ശുശ്രൂഷയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നും നിങ്ങളാൽ ഞാനും അനുഗ്രഹിക്കപ്പെടണം. ആൻഡ് ടുഗദർ, നാം ഒന്നിച്ച് ഐ വിൽ നോട്ട് ബി എ ബേർഡൻ. നിങ്ങൾക്കൊരു ഭാരമായിരിക്കാൻ വേണ്ടിയല്ല എന്ത് ചെയ്യുന്നത്. ഞാൻ വരുന്നത് എൻ്റെ ശുശ്രൂഷയിലൂടെ നാം ഒന്നിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ്. എപ്പോഴാണ് നമുക്കൊന്ന് ഭാരമായിട്ട് തോന്നുന്നത്? വൺ മാൻ അല്ലേ? അപ്പോൾ തൻ്റെ പ്രാർത്ഥന പറയുന്നു, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റു തൻ്റെ പ്രാർത്ഥന സ്വഭാവം 3 കാര്യങ്ങൾ നാം കാണുന്നു. എന്തുവാ? എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം അത് എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. 2, നിങ്ങളെ എൻ്റെ ശുശ്രൂഷയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3, നിങ്ങളാൽ ഞാനും അനുഗ്രഹിക്കപ്പെടാനായിട്ട്. അതൊരു തലക്കനമില്ലാത്തൊരു അനുഭവം അല്ലേ? ഐ റിയലി വാണ്ട് ടു ബി ബ്ലെസ്ഡ് ബൈ യു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് ഐ റിയലി വാണ്ട് ടു ബി ബ്ലെസ്ഡ്. ശരി, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇനിയും 12-ാം വാക്യം, അതായത് 12 കാണുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. 13-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഞാൻ ഭാവിച്ചു, എങ്കിലും ഇതുവരെ അത് മുടക്കം വന്നു എന്ന് ഞാൻ ആഗ്രഹം. പല പ്രാവശ്യം ആഗ്രഹമില്ല. അപ്പോൾ അതൊക്കെ പോലെ ഇതൊക്കെ പിന്നീട് ആവകാരം വേണമെങ്കിൽ ഇവന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, നേരത്തെയൊക്കെ വരാമായിരുന്നു. അതിന് പൗലോസ് പിന്നെ മറുപടി പറയുന്നുണ്ട് തൻ്റെ ലേഖനത്തിൽ, എന്തുകൊണ്ടാണ് താൻ ആഗ്രഹിച്ചിട്ട് തനിക്ക് വരാൻ കഴിയാതിരുന്നത് എന്ന. 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം.
ആ ഞാൻ ഇവിടെ എല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു, അഥവാ തീർത്തിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച പൗലോസ് പറയാ, നിങ്ങൾ ഓൾറെഡി കർത്താവിനെ കുറിച്ച് അറിഞ്ഞ് നിങ്ങൾ വിശ്വാസത്തിൽ നല്ല ശക്തരായി നിൽക്കുന്നൊരു സഭയാ. പക്ഷെ എൻ്റെ ദർശനം എന്ന് പറയുന്നത് പണിതെടുത്ത് തന്നെ വീണ്ടും ഒന്ന് പണിയാന്നല്ല, മറ്റൊരുത്തൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയുക എന്നുള്ളതല്ല. പിന്നെ ഞാൻ മറ്റൊരുത്തൻ്റെ അടിസ്ഥാനത്തിൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ. എവിടെ എഴുതിയേക്കുന്നു? യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നത് പോലെ. അവിടെ വരുമ്പോൾ ഞാൻ വിശദമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. എഴുതിയിരിക്കുന്ന പോലെ അത്രേ സുവിശേഷം അറിയിക്കുന്നതിൽ അഭിമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 22, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. നോക്കിക്കേ, 1-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കുറിച്ച് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സാധിക്കാനില്ല എന്ന് നിങ്ങൾ അറിയാതെ. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നിങ്ങൾ ഓൾറെഡി സുവിശേഷം കേട്ടവരാ. ഇപ്പുറത്തെ സുവിശേഷം കേൾക്കാത്ത ആയിരക്കണക്കിന് ആളുകൾ കിടക്കുമ്പോൾ I prefer to minister to those people rather than coming over and being entertained by you and entertaining you. എന്ന് പറഞ്ഞാൽ നിങ്ങളെ രസിപ്പിച്ച്, നിങ്ങളെ സുഖിപ്പിച്ച്, നിങ്ങളോട് കൂടെ സമയം കഴിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് അവനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത കുറേ ആളുകൾ ഇവിടെ കിടപ്പുണ്ട്. ആ ഒരു ഭാരം എന്നെ ഭരിച്ചിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇതുവരെ റോമാസഭയിലോട്ട് വരാതിരുന്നത്. വായിച്ചു വന്നിട്ട് ശ്രദ്ധിച്ചോ, ഇനി അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ, ഏത് ദിക്കുകള്? യെരുശലേം മുതൽ, യെരുശലേം തുടങ്ങി ഇല്യൂര്യ ദേശത്തെങ്ങും. അതറിയണമെങ്കിൽ ഇത്തിരി മാപ്പ് അറിയണം. ഞാൻ പറയാ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇനി ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പതുക്കെ ബംഗ്ലാദേശിലോട്ടോ, അല്ലെങ്കിൽ വേണ്ട, ബംഗ്ലാദേശ് ആദ്യമായിട്ട് കേൾക്ക്, അമേരിക്കയിലോട്ട് ഞാൻ എന്ത് ചെയ്യാം? അത് കേട്ട ടൈപ്പാണല്ലോ, അത് കേട്ടവരാണല്ലോ. പൗലോസ് പറഞ്ഞു, മനസ്സിലായെന്ന് തോന്നുന്നു. 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് വരാൻ ഒരുങ്ങിയിരിക്കുമ്പോഴായിരിക്കും പറയുന്നത്, മെക്കദോനിയ എന്നൊരു ദർശനം വന്നു, ഞങ്ങളെ വന്നൊന്ന് എന്ത് ചെയ്യണം? സഹായിക്കണം. അഖായിൽ നിന്ന് 2 പേരും എന്ന് പറയുന്നു, ഞങ്ങളോട് സുവിശേഷം പറയണം. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുത്തു? കേട്ടിട്ടില്ലാത്തവർക്ക് കൊടുത്തു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ ഇപ്പോഴ് എനിക്ക് 23-ാം വാക്യം, ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ചിക്ക ചെയ്തുകൊണ്ടും ഞാൻ സ്പെയിനിലേക്ക്, സ്പാനിയ എന്ന് പറഞ്ഞ സ്പെയിൻ, ഞാൻ സ്പെയിനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. 25-ാം വാക്യം, ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ധനസഹായം ചെയ്യുവാൻ മെക്കദോന്യയിലും അഖായിലും ഉള്ളവർ ഇഷ്ടം തോന്നിയിട്ട് അവർ എൻ്റെ കയ്യിൽ അവരുടെ ഒരു ചെറിയ സംഭാവന തന്നയച്ചിട്ടുണ്ട്. അതും കൊണ്ട് ഞാൻ പോകുക. ആ പോകുന്ന വഴിക്ക് നിങ്ങളെ ഒന്ന് ഇറങ്ങി കണ്ടേച്ച് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിലായോ? പൗലോസിൻ്റെ ആ റൂട്ട് മനസ്സിലായോ? 1-ാം അധ്യായത്തിലോട്ട് മടങ്ങി വാനി. ഞാൻ ആഗ്രഹിച്ചു പല പ്രാവശ്യം നിങ്ങളുടെ അടുക്ക് വരണമെന്ന്, പക്ഷേ എനിക്കിതുവരെ കഴിഞ്ഞില്ല. കഴിഞ്ഞതിൻ്റെ കാരണം പൗലോസ് അതിൻ്റെ അവസാന ഭാഗത്ത് 15-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി. മെയിൻ കാരണം എന്തുവാ? സുവിശേഷം കേൾക്കാത്തവർ ഒത്തിരി ഇവിടെ കിടക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വാട്ട് ഈസ് അവർ പാഷൻ? നമ്മുടെ പാഷൻ എന്തുവാ? യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെങ്കിലും, അത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് ഇഷ്ടം പോലെയുണ്ട്. അവരോട് ആരും പറയേണ്ട പോണോ എന്ത് ചെയ്തിട്ടില്ല,
പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. തൃശ്ശൂർ തന്നെ കൊങ്കിണികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ഒറ്റയൊരെണ്ണം വിശ്വാസമില്ലാത്തൊരു ഗ്രൂപ്പാണ്. തൃശ്ശൂർ തന്നെ കൊശവന്മാരെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒറ്റയൊരെണ്ണം വിശ്വാസി വന്നിട്ടില്ല. അതിൽ നിന്ന് ഈ ചട്ടിങ്കലൊക്കെ ഉണ്ടാക്കുന്നവർ ഒറ്റയൊരെണ്ണം പോലും വിശ്വാസമില്ല അതിൽ നിന്ന്, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. 2000 കൊല്ലത്തെ പാരമ്പര്യം നമുക്ക് പറയാനുണ്ട്. എന്തേ ആരും വരാത്തത്? ഏറ്റവും സുവിശേഷം പറയാൻ പറ്റിയൊരു കാരണം നമ്മുടെ കർത്താവ് തന്നെ കർത്താവിനെ നമ്മൾ കൊശവനായിട്ട് എപ്പോഴും പറയാറില്ലേ, കുശവൻ കയ്യിൽ കളിമണ്ണ് പോലെ എന്നെ ഞാൻ നിൻ്റെ കയ്യിലെ തീർന്നത്. എന്തൊരു നല്ലൊരു പോയിന്റ് ഉണ്ടായിരുന്നു അറിയാൻ പറ്റും. പക്ഷേ വി ഹാവ് നെവർ ട്രൈഡ്. നമ്മൾ ഒരിക്കൽ പോലും, കുമ്പാരന്മാരെന്നും അവരെ പറയാറുണ്ട്, വി ഹാവ് നെവർ ട്രൈഡ്. കുമ്പാര കോളനിയിൽ നിന്ന്, കുമ്പാരിൽ നിന്ന് ഒറ്റയൊരെണ്ണം യേശുവിൻ്റെ ഭാഗത്തേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നുമില്ല. സമൂഹം അവരെ നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമോൻ പാസ്റ്റർ കുമ്പാര കോളനിയിൽ ഇപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അവരുടെ കോളനിയിൽ നമുക്കൊരു നല്ലൊരു ആക്സസ് ദൈവം തന്നിട്ടുണ്ട്. നമുക്കെന്താ സാധിക്കാതെ? നമ്മളെന്നാ കാണാത്ത അവരെയൊന്നും? എന്താ നമുക്ക് അവരെ കാണാൻ പറ്റാത്തേ? നമ്മുടെ ഇടയിലുള്ള അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പിനെ, നമുക്ക് എത്തിപ്പറ്റാത്ത ഗ്രൂപ്പിനെ നമുക്ക് എന്നെ കാണാൻ പറ്റാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവാതെ. പൗലോസ് പറയുന്നു, മൈ വിഷൻ, എൻ്റെ ദർശനം. സുവിശേഷ പ്രഘോഷണത്തിൽ പൗലോസിൻ്റെ ദർശനം, വേറൊരുത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിയില്ല. ആ സഭയെ എങ്ങനെയെങ്കിലും ചെന്ന്, ഇല്ലേ, ചിലരെയൊക്കെ ശുശ്രൂഷിക്കാൻ സഭയെ വിളിക്കാൻ പേടിയാ നമുക്ക്. അതിന് വിളിച്ച ഉടനെ എന്ത് ചെയ്യും? 3-4 പേർ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് പാര വെച്ച് അവിടുത്തെ ആരാധന പഴയ പോലെ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ അതിൽ നിന്ന് വേറിട്ട് ആരാധിപ്പിക്കുന്നതായിട്ട് കാണും. ആരാ? ഇയാൾ തന്നെയാണ് നീ വരാൻ പോകുന്നത്. പോലീസ് പറയുന്നു, വേറൊരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, പണിയില്ല. അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ, അവനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ, ആർക്കും വേണ്ടാത്തവർ, അവർ മതി. അപ്പോൾ ശരിക്കും പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ കൂടി വെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? കുഞ്ഞിനെ വിളിച്ചത് തമ്പുരാനാ. ന്യായമായിട്ട് കൂലി തരാമെന്ന് പറഞ്ഞ് വിളിച്ചവൻ ആരാ? ദൈവം തമ്പുരാനാ. അവനാർക്കും കടക്കാരനല്ല കേട്ടോ, അവനാർക്കും കടക്കാരനല്ല. അവൻ നിന്നെ വിളിച്ചോ, നിന്നെ പോറ്റാൻ അവൻ വിശ്വസ്തനാണ്, നിന്നെ നടത്താൻ അവൻ വിശ്വസ്തനാണ്, നിന്നെ പരിപാലിക്കാൻ അവൻ വിശ്വസ്തനാണ്. ഇങ്ങനെ പാവങ്ങളെ മാത്രം കൂട്ടി സഭ തുടങ്ങിയ എങ്ങനെ ജീവിക്കുന്നതെന്നായിരിക്കും ചോദ്യം, അല്ലേ? എടാ, ആരുമില്ലാത്തടുത്ത് ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ദൈവം ഇന്നും നമ്മുടെ ദൈവം ഇല്ലയോ? പോലീസ് പറയുന്നു, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവര്. ഓക്കെ, നമുക്ക് താഴോട്ട് വായിക്കാം ഇനി. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാനായിട്ട് ഇത്രയും എന്ത് ചെയ്തത്, വൈകിപ്പോയത്. മനസ്സില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ദ അൺറീച്ച്ഡ്. അടുത്ത വാക്യം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, യവനന്മാർക്കും ബർബറന്മാർക്കും. ബർബറന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതര്. യവനന്മാരെന്ന് പറഞ്ഞാൽ അവര് പരിഷ്കാരത്തിന്റെ അത്യുച്ചകോടി നിൽക്കുന്നവരവര്. അവർക്കും അല്ല, യവനന്മാർക്കും ബർബറന്മാർക്കും അല്ലെങ്കിൽ അപരിഷ്കൃതർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. എന്തോത്തിന്? ഫോർ ദ ഗോസ്പൽ. It is my responsibility, it is entrusted into my hand.
ഈ സുവിശേഷം അവർക്ക് കൊടുക്കാനായിട്ട് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കൊടുത്ത് തീർക്കുവോളം ഞാൻ ആരാ? ഐ ആം ഡെറ്റർ. ഞാൻ കടക്കാരനാ. വിചാരിക്കുക ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 1,00,000 രൂപ എന്ന് വെച്ച് പറഞ്ഞു, ഇത് ഇന്നാർക്കും ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നിട്ട് നീ അത് കൊടുത്ത് അവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചോ ഇല്ലോ എന്നുള്ള നീയത്തില്ലായിരിക്കും. ഇന്നലെ ഒരാൾ വന്നു എന്നോട് പറഞ്ഞു, പാസ്റ്റർ നമ്മുടെ സഭയിൽ ഇത്രയും പാസ്റ്റർമാർക്ക് 2,000 രൂപ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ പൈസ തന്നിച്ച് പോയി. ഞാൻ അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ബാങ്കിൽ അയക്കാൻ പറഞ്ഞ് എന്ത് ചെയ്തു? കൊടുത്തു. കാരണം അത് കൊടുത്ത് തീരുവോളം ഞാൻ ആരാ? ഞാൻ കടക്കാരനാ. അദ്ദേഹം അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യം. ഞാൻ പറഞ്ഞെന്നെ ആശയം എന്നാണെന്നറിയാമോ? അത് കൊടുത്തു തീരുവോളം ഞാൻ ആരാന്നറിയാമോ? ഞാൻ 2 കൂട്ടരോട് കടക്കാരനാ. ഏൽപ്പിച്ചവനോട് കടക്കാരൻ, കിട്ടേണ്ടവനോട് ഞാൻ കടക്കാരൻ. അയാൾക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിന്നെ വിശ്വസ്തനം തന്നെയാ ഈ ശുശ്രൂഷ ഏൽപ്പിച്ച്. നീ ഇത് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാ എന്ത് ചെയ്ത് നിന്റെ ഈ കാശ് ഏൽപ്പിച്ച. കൊടുത്തില്ലെങ്കിൽ ഒരബദ്ധേ പറ്റത്തുള്ളൂ. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യത്തില്ല ആ മനുഷ്യൻ പിന്നെ തിരിച്ചെൻ്റെ അദ്ദേഹത്തിന് മുമ്പ് വെച്ച് തന്നെ അല്ല ഞാൻ ചെയ്തത്. ഡിസ്പേഴ്സ് ചെയ്തേ. ഞാൻ വിശ്വസ്തനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, കടക്കാരൻ എന്നുള്ള ഭയം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ ദൈവത്തോട് കടക്കാരനാ. കാരണം എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയ ദൈവം ഈ സുവിശേഷം എൻ്റെ കയ്യിൽ എന്ത് ചെയ്തത്? ഫലമേൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസ് പിന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം വിശ്വസ്തനെന്ന് എണ്ണി എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തോട് കടക്കാരനാ. 2, ഇത് ഞാൻ ആർക്ക് കൊടുക്കണമോ അവനോട് ഞാൻ അത് കൊടുത്തു തീരുവോളം ഞാൻ കടക്കാരൻ. പൗലോസ് പറയുന്നു, ആരോടൊക്കെ? യഹൂദന്മാർക്കും യവനന്മാർക്കും, ജാതികൾക്ക്, ബർബറന്മാർക്ക്, ജ്ഞാനികൾക്ക്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഗോസ്പൽ ഈസ് എൻട്രസ്റ്റഡ് ഇൻ ടു അവർ ഹാൻഡ്സ് നോട്ട് ഫോർ യുവർ പേഴ്സണൽ എൻ്റർടൈൻമെൻറ്റ്. ഇറ്റ് ഹാസ് ടു ബി ഷെയർഡ് വിത്ത് പീപ്പിൾ. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തമായി ഉപയോഗിക്കാൻ വേണ്ടി, അതിൻ്റെ നന്മ നീ അനുഭവിക്കാൻ വേണ്ടി അല്ല. ദൈവം നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് ഇത് പങ്കിടാൻ വേണ്ടി തന്നതാണ്. ഗോസ്പൽ ഈസ് എൻട്രസ്റ്റഡ് ഇൻ ടു അവർ ഹാൻഡ്സ് ടു ബി ഷെയർഡ്. അത് ചെയ്യുന്നില്ലെങ്കിൽ നീ കടക്കാരനാണ്. ഞാൻ ഒരു പടി കൂടി നീ അവിശ്വസ്തനാണ്. കൊടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഞാൻ അങ്ങോട്ടൊന്ന് വിചാരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കും, ഇല്ലേ? എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കും, കിട്ടിയായിരുന്നു എന്ന്. അപ്പോൾ എന്താ പറയും? ഞാൻ ആരായി? ഞാൻ അവിശ്വസ്തനായി. അവിടെ ആ കർത്താവ് പറഞ്ഞത്, അന്യമായതിൽ നീ വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ സ്വന്തമായിരുന്നെ ആര്? ദൈവം നമ്മെ ഏൽപ്പിച്ച പലതിലും നമ്മൾ വിശ്വസ്തരല്ലാത്തത് കൊണ്ടാണ് തമ്പുരാൻ തരുന്നത് നിർത്തിയത്. കാരണം ഇവൻ്റെ കൊടുത്താൽ എന്ത് ചെയ്യത്തില്ല? ഇവനെ ഒന്നും കൊടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യത്തില്ല? കൊടുക്കില്ല. ഒരവസ്ഥയെ പറ്റത്തുള്ളൂ, പിന്നെ തരത്തില്ല നിൻ്റെ കയ്യിൽ. And be faithful. ഞാൻ കടക്കാരനാകുന്നു. ആ ബോധ്യമുള്ള പൗലോസാ പിന്നെ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച്. താഴെ പറയുന്നുണ്ടല്ലേ? വായിച്ചോ 15-ാം വാക്യം. അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ എന്തിനാ റോമിലോട്ട് വരുന്നത്? ഒന്ന് വെക്കേഷൻ എടുത്ത് പോകുക അല്ല റോമിലോട്ട്. വിശ്വാസികളിലൊക്കെ സഭയിൽ എന്ത് ചെയ്തേക്കാവുന്ന ഈ സാധാരണ ശുശ്രൂഷകളുള്ളവർ ചെയ്യുന്നവരുന്നുണ്ട്. എന്തുവാ ഇന്നലെ ഒരു ബ്രേക്ക് എടുത്ത് പോവുക, അല്ലെങ്കിൽ എന്തുവാ അതിന് വേറൊരു വാക്ക് പറയണ്ടല്ലോ, സബാറ്റിക്കൽ 7 വർഷം കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ അല്ലേ? ഒരു വർഷമൊക്കെ ഒരു 8 മാസം 10 മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് പോകും എങ്ങോട്ട്? ഒരു വെക്കേഷൻ വേണ്ടിയിട്ട്. ഞാൻ ശുശ്രൂഷയിൽ എന്തോ വെക്കേഷൻ? അങ്ങനെയാണെങ്കിൽ കർത്താവ് എത്ര ആഴ്ച എടുക്കണമായിരുന്നു? മുമ്പ് ചെയ്യുന്നതിൻ്റെ പകുതി നമ്മൾ ചെയ്യുന്നില്ലല്ലോ. പാസ്റ്റർ വെക്കേഷന് പോയിരിക്കുകയാണ്. പാസ്റ്റർ വെക്കേഷന് പോയിരിക്കുക. എന്തോ ഈ കൊറോണ കാലത്ത് ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് വെക്കേഷൻ പോകാനെന്ത്? ഇയാൾക്ക് മുഴുവൻ വെക്കേഷൻ അല്ലായിരുന്നു. അവിടെ ഒരു ഭവന സന്ദർശനമില്ല, കൂട്ടായ്മയില്ല, യാതൊരു പരിപാടിയില്ല. എന്നിട്ടും പുള്ളി എന്ത് ചെയ്തിരിക്കുക? പതിവ് പോലെ ചർച്ചിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് വെക്കേഷന് പോയിരിക്കുക.
ഷെയിം. പൗലോസ് പറയുന്നത് ഐ വാണ്ട് ടു, ഞാൻ റോമിലോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? നോട്ട് ഫോർ എ വെക്കേഷൻ, നോട്ട് ഫോർ എ ബ്രേക്ക്, സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്. എനിക്ക് അവിടെ വന്നാലും ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്തുവാ? ഒരാത്മാവെങ്കിലും ദൈവത്തെങ്കിലേക്ക് നേടണം. കർത്താവിനെ അറിയാത്ത ഒരാളെങ്കിലും എന്ത് ചെയ്യണം? കർത്താവിനെ അറിയണം. ദൈവകൃപ വ്യാപരിക്കുന്ന അങ്ങനെ സുവിശേഷം അറിയിപ്പാൻ. 15-ാം വാക്യം, അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ അതാണ് എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുക. നമ്മളോ? നാളെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പരസ്യം നടത്താൻ പോകണമെന്ന് പറഞ്ഞാൽ ഇന്നെനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തുവാ, ചെവിക്കൊരു വേദന പോലെ ഉണ്ടാവുമല്ലോ. രാത്രി മുഴുവനും ഈ സാധനം ചെവി വെച്ചോണ്ട് കേട്ടോണ്ടിരിക്കല്ലായിരുന്നു, ആകെ പഴുത്ത് ചൂടൊക്കെ എടുത്ത്. സുവിശേഷം അറിയിക്കാൻ നമുക്ക് എത്രമാത്രം ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ട്. പറയുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയിട്ട്. അല്ലാണ്ട് പുതിയ ചെരുപ്പ് വാങ്ങിക്കാനല്ല പറഞ്ഞേ. ഓർക്കുന്നു നിങ്ങൾ? ആ ദൈവത്തിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നിടത്ത് കാലിൻ്റെ ചെരുപ്പ് എന്തുവാ? സുവിശേഷം. എടുത്തോ, വാക്കിയെടുത്തോ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അത് എവിടെ നിന്നൊന്ന് പറഞ്ഞു കൊടുത്തോ. 6:14 വായിച്ചോ. അരയ്ക്ക് സത്യം, നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കണം. സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരുക്കം. എപ്പം വിളിച്ചാലും എന്തു, ഐ എം റെഡി. ഇത് പരസ്യം കൊണ്ട് ഞാൻ റെഡിയാ. നമ്മൾ ഇപ്പം അങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഈ ആഴ്ച മുഴുവൻ പരസ്യമായിരുന്നു അല്ലേ? ആരറിഞ്ഞു? ഒരുപക്ഷെ അന്നത്തെ പരസ്യബോധനായിരിക്കും ഒരു ജീവിതം രക്ഷിക്കപ്പെടുന്നത്. അന്നത്തെ പരസ്യബോധനായിരിക്കും ഒരു മദ്യപാനി കർത്താവിനെ കണ്ടെത്തുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം എന്നാലാവോളം, അതല്ലേ, എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ഒരുങ്ങിയിരിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഒരു സുവിശേഷകൻ എന്നുള്ള രീതിയിൽ പിന്നെ നീ എന്തോ ചെയ്യാനാ ഒരുങ്ങിയിരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഇഫ് യു ആർ എൻ ഇവാഞ്ചലിസ്റ്റ്, നീ ഒരു സുവിശേഷകനാണെങ്കിൽ സുവിശേഷം അറിയിക്കാൻ നീ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുന്നുണ്ട് ഒന്ന് ഒത്തിരി പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളത്. ബിക്കോസ് യു ആർ എ ഡോക്ടർ. നീ ഗുണമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തേ ആളുകൾ നിന്റെ അടുക്ക വരുന്നത്. അപ്പുറത്തൊരാൾ ഈച്ച അടിച്ചിരിപ്പുണ്ടല്ലോ. കാരണം തന്നെ അവിടുന്ന് കിട്ടുന്ന മരുന്ന് എല്ലാം കഴിക്കുന്നവൻ ചാവുക. അപ്പൊ ദൈവം നിനക്കൊരു ഇഫക്റ്റീവ് മിനിസ്ട്രി തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവോളം നീ ഒരുങ്ങിയിരിക്കണം. നോക്കാം. എന്നിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുക, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നൊരു വാക്ക്, ആ ഒരു വാക്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് നേരം നിൽക്കാൻ ആഗ്രഹിക്കുക, എൻ്റെ സമയം അനുവദിക്കുന്ന പക്ഷം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്താ കാരണം? ആ വാക്യം മുഴുവൻ വായിച്ചു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ 16-ാം വാക്യത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം പറയാൻ പോവാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, വാട്ട് ഈസ് ഗോസ്പൽ? എന്തുവാ ഈ സുവിശേഷം എന്ന് പറയുന്നത്? ഏത് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന് പറഞ്ഞേ? 1-ാം തീയതി പറഞ്ഞു. 1-ാം തീയതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സുവിശേഷം എന്തുവാന്ന് പറഞ്ഞു.
യെസ്, 2-ാം വാക്യം അല്ലേ? അല്ല, 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം പറഞ്ഞു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ഈ സുവിശേഷം എങ്ങനത്തെ സുവിശേഷമാ? 1, ദൈവപുത്രനെ കുറിച്ചുള്ള സുവിശേഷമാണ് എനിക്ക് പറയാനുള്ളത്. 2, ആ ദൈവത്തിന് ആരാ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാ. 3, ഇത് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന സുവിശേഷമാ. അപ്പൊ ഏത് സുവിശേഷം താൻ പറയുന്നേ? പൗലോസിന്റെ സുവിശേഷമല്ല. ഞാൻ ഈയിടെ ഒരാളൊരു പുസ്തകത്തെ കുറിച്ച് എഴുതി, അനുസരണക്കേടിന്റെ സുവിശേഷം. ഗോസ്പൽ ഈസ് ഓൾ അബൌട്ട് ഒബീഡിയൻസ്. പക്ഷെ പുള്ളി പറയുന്നത് എന്തുവാ? അനുസരണക്കേടിൻ്റെയും ഒരു ശരി. ആർക്കാ? അനുസരിക്കാൻ ആഗ്രഹമില്ലാത്തവർക്കെല്ലാം ആ സുവിശേഷം കേൾക്കാനാണ് താല്പര്യം, അല്ലേ? ആണ്. അനുസരിക്കാൻ മനസ്സില്ലാത്തവർക്കെല്ലാം ഏത് സുവിശേഷം കേൾക്കാനാണ് താല്പര്യം? അനുസരണക്കേടിൻ്റെ സുവിശേഷം കേൾക്കാനാണ് താല്പര്യം. പൗലോസ് പറയുന്നു, ദ ഗോസ്പൽ ഐ ആം പ്രീച്ചിങ്, ഞാൻ പറയുന്ന സുവിശേഷം ഉണ്ടല്ലോ, അത് ദൈവപുത്രനെ കുറിച്ചുള്ളതാണ്. 2, ആ ദൈവപുത്രൻ യേശു ക്രിസ്തുവാ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് യേശു ക്രിസ്തുവിനെ സുവിശേഷം ഈസ് ഓൾ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 3, ഈ പറയുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് പ്രവാചകന്മാർ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരുവനാ. നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു മകൻ. ഇതിന് ദൈവം തമ്പുരാൻ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിരിക്കുന്ന ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചാ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അവൻ ആരാന്ന് പറയുന്നത്? അവൻ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി. 5-ാം വാക്യം. ഈ യേശു ക്രിസ്തു ആരാ? യേശു എന്നുള്ള പേര് ഒത്തിരി പേർക്കുണ്ട് കേട്ടോ. യേശു എന്നുള്ള പേര് അന്ന് ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ യേശു, ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശു, ഞാൻ പ്രസംഗിക്കുന്ന അവൻ ക്രിസ്തുവാ. ഹി ഈസ് ദി അനോയിന്റഡ് വൺ. ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശു ഉണ്ടല്ലോ, അവൻ ക്രിസ്തുവാ, അനോയിന്റഡാ. 2, അവൻ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയാ. അന്ന് മറ്റു പല യേശുക്കളും, വേറെ യേശു, ഒത്തിരി യേശു ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ സുവിശേഷത്തിലെ ഈ യേശു ഉണ്ടല്ലോ, അവൻ അനോയിന്റഡ് ആണ്, അഭിഷിക്തനാണ്. 2, അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനാണ്. 3, അവൻ മരിച്ചിട്ട് ഉയർത്തവനാണ്. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുക, മൈ ഗോസ്പൽ ഈസ് ഓൾ അബൌട്ട് ജീസസ്. എൻ്റെ സുവിശേഷം. ചിലരുടെയൊക്കെ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത് എന്തുവാന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല, എന്തോ അതിനകത്ത് എവിടെ സുവിശേഷം എന്ന് പോലും എനിക്കറിയത്തില്ല. യേശു എന്നുള്ളൊരു വാക്ക് പോലും ഇതുവരെ പുള്ളി എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞു കേട്ടില്ല. പൗലോസ് പറയുന്നു, മൈ ഗോസ്പൽ, ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ഉണ്ടല്ലോ, ദാറ്റ്സ് ഓൾ അബൌട്ട് ജീസസ്. അത് 100% യേശുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ആ യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ആ യേശു അഭിഷിക്തനാണ്. ആ യേശു ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനാണ്. ആ യേശു മരിച്ചിട്ട് ഉയർത്തവനാണ്. എന്നിട്ട് പറയുന്നു, ആ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ഞാൻ ലജ്ജിക്കത്തില്ല. ഐ ആം നോട്ട് അഷേംഡ് ഓഫ് ദിസ് ഗോസ്പൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പറയണം? ഈ സുവിശേഷം എന്തുവാന്ന് മനസ്സിലാക്കണം. അത് വേണമെങ്കിൽ എഴുതി ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ്. പൗലോസ് തൻ്റെ 10-ാം വാക്യത്തിൽ വാട്ട് ഈസ് ദ ഗോസ്പൽ, പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എന്തായിരുന്നു? നോട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ എഴുതിക്കും. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുമ്പോൾ 16-ാം വാക്യത്തിൻ്റെ വിശദീകരണം. വാട്ട് വാസ് ദ ഗോസ്പൽ? എന്തായിരുന്നു പൗലോസിന്റെ സുവിശേഷം? 1, ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 2, വിശുദ്ധ രേഖകളിൽ വെളിപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധ രേഖകളിൽ പ്രവചിക്കപ്പെട്ടതാണ് ഈ യേശു. 3, ഹീസ് അനോയിന്റഡ്, അവൻ ക്രിസ്തുവാ.
അവൻ അഭിഷക്തനാണ്. അല്ലാണ്ട് ലാസ്റ്റ് നെയിം അല്ല. തോമസ് ആൻ്റണി എന്ന് പറയുന്ന പോലെയുള്ള പേരല്ലായിരുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശുവിൻ്റെ അവസാനത്തെ പേരല്ല. ഹീസ് ദ അനോയിന്റഡ് വൺ. അവൻ അഭിഷക്തനാണ്. 4, അവൻ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനാണ്. 5, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ പൗലോസിൻ്റെ സുവിശേഷത്തിലെ 5 ക്യാരക്ടറിസ്റ്റിക്സ്, 5 സ്വഭാവങ്ങൾ. ഒന്ന്, അത് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്. അത് മുഴുവൻ യേശുവിനെ കുറിച്ചുള്ളതാണ്. ആ യേശു ദൈവപുത്രൻ, പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടവൻ, അഭിഷക്തൻ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. ആ സുവിശേഷത്തെക്കുറിച്ചാണ് എനിക്ക് എന്തില്ലെന്ന് പറഞ്ഞേ? ലജ്ജയില്ലെന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് ഞാൻ ലജ്ജയില്ലെന്ന് പറയാൻ കാരണം? അതിൻ്റെ ഒരു കാരണം, ഈ സുവിശേഷത്തിൽ ലജ്ജിക്കപ്പെടാനായിട്ടൊന്നുമില്ല. ഇത് തല മൂടിയിട്ട് പറയേണ്ട പ്രസംഗം അല്ല. ഈ സുവിശേഷത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ സുവിശേഷം ഏതാ? ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൽ ലജ്ജിക്കാൻ ഒന്നുമില്ല. യോഹന്നാൻ അപ്പോസ്തലന്റെ വാക്ക്, അവനിൽ ഇരുട്ട് ഇല്ലായിരുന്നു. അവനിൽ ഇരുട്ട് ഇല്ലായിരുന്നു. അവൻ തന്നെ വെല്ലുവിളിച്ചില്ലേ, നിങ്ങളിൽ ആർക്കെൻ്റെ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന്? മാറി മാറി വിസ്തരിച്ചില്ലേ? ഓ, നിങ്ങളുടെ യേശു ഇങ്ങനെ ചെയ്തവനല്ലയോ എന്ന് ചോദിക്കാൻ ഒറ്റ ഒരുത്തനും എന്തില്ലെന്നറിയാമോ? തൻ്റെ ഇടമില്ല. ബാക്കി എല്ലാ മത നേതാക്കന്മാരെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരു മതങ്ങളെയും. പക്ഷെ എൻ്റെ യേശുവിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനായിട്ടില്ല. നേരിട്ട് ചോദിച്ചല്ലോ, ആർക്കെങ്കിലും ഒരാൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താമെന്നോ? മാറി മാറി വിസ്തരിച്ചിട്ടും അവസാനം പറഞ്ഞ എന്തുവാ? ഈ ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. There is nothing to be ashamed of gospel. അതാ ഈ തൻ്റെ ഇടത്തോടെ നിൽക്കുന്നത്. ഇതിൽ ലജ്ജിക്കാനായിട്ടൊന്നുമില്ല. 2, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. രണ്ടാമത്തെ കാര്യം എന്തുവാ? ഇതൊരു സദ്വർത്തമാനാ അല്ലേ? സദ്വർത്തമാനം പറയുന്നതിൽ എന്തെങ്കിലും ലജ്ജിക്കാനുണ്ടോ നമുക്ക്? സദ്വർത്തമാനം അല്ലെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കേ, IAS എക്സാം എഴുതി എൻ്റെ മോള് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ഫസ്റ്റ് റാങ്കോടുകൂടെ എന്ന് പറയുന്നത് അല്ലേ അഭിമാന വിഷയമാണ്. നത്തിങ് ടു ബി അഷേംഡ്. നേരെ തിരിച്ച് എൻ്റെ മോള് ഒരുത്തിൻ്റെ കൂടെ ഓടിപ്പോയെന്ന് പറയുന്നത്, ദാറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്. ഗോസ്പൽ ഈസ് ഗുഡ് ന്യൂസ്. സുവിശേഷം എന്ന് പറയുന്നത് എന്തുവാ? സദ്വർത്തമാനമാ. ഇത് സദ്വർത്തമാനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലജ്ജിക്കാനായിട്ട് ഒന്നുമില്ല. 3, എന്തുകൊണ്ടാണ് ലജ്ജിക്കാത്തതിൻ്റെ കാര്യങ്ങൾ പറയാം ഞാൻ കേട്ടോ. 3, ഇറ്റ്സ് ഫോർ ഓൾ. ഇത് എല്ലാവർക്കും ഉള്ളതാ. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും, കർത്താരൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എനിക്ക് വെളുത്തവരോട് മാത്രം കുറച്ച് കാര്യം പറയാനുണ്ട്, അല്ലെ ചൈനക്കാരൊക്കെ ഇറങ്ങിപ്പോയി എനിക്ക് ഇന്ത്യക്കാരോട് മാത്രം പറയാനുണ്ട്. നോ, ഇറ്റ്സ് ഫോർ ഓൾ. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാ. അതുകൊണ്ട് എനിക്കിതിനകത്ത് എന്തില്ല, ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഫോർ ഓൾ. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാ. സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാ. മദ്യപാനിക്കും നല്ല ധാർമ്മികമായ ജീവിതം നയിക്കുന്നവനും, എയ്ഡ്സ് രോഗിക്കും, കള്ളനും കൊള്ളക്കാരനും ഗുണ്ടാത്തലവനും എല്ലാവർക്കും വേണ്ടിയുള്ളതായി സുവിശേഷം. ഇറ്റ്സ് ഫോർ ഓൾ. 4, എന്തുകൊണ്ടാണ് ലജ്ജിക്കാത്തത്? ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതാ പറയുന്നല്ലേ സുവിശേഷത്തെക്കുറിച്ച് അല്ലേ? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്.
ഇറ്റ്സ് ഗാഡ്സ് പവർ. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇതെൻ്റെ അല്ല, ഞങ്ങളുടെ സമുദായത്തിൻ്റെ അല്ല, ഞങ്ങളുടെ സഭയുടെ അല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ തിരുവത്താഴം എടുക്കാൻ? ഞാൻ ചോദിച്ചു. അല്ല, എനിക്കറിയില്ലായിരുന്നു, ഞാൻ വന്ന സഭയിൽ ആ സഭക്കാർക്ക് മാത്രമേ തിരുവത്താഴം എടുക്കാനായിരുന്നു, ഇവിടുത്തെ പ്രോട്ടോക്കോൾ അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഒറ്റ പ്രോട്ടോക്കോളോ, ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് അത് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കാൻ കൊള്ളാവുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ എനിക്ക് നാണിക്കേണ്ട ആവശ്യമല്ല ഉണ്ടോ? ഞാൻ പൊട്ടിച്ചതായ ആർക്ക് വേണമെങ്കിലും രുചി നോക്കാൻ പറഞ്ഞിട്ട് ടേസ്റ്റ് ആൻഡ് സീ. എല്ലാവർക്കും കൊടുക്കും. കാര്യം എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അല്ലേ? ഇത് മധുരമുള്ളതാണ്, ഇതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കും. പൗലോസ് പറയാണ്, there is nothing to be ashamed in the gospel. സുവിശേഷത്തിൽ എനിക്ക് ലജ്ജിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, എല്ലാവർക്കും. അടുത്തത് എന്തോത്തിനുള്ള ദൈവശക്തി? രക്ഷയ്ക്കായുള്ള. അത് ഒന്നിച്ചങ്ങ് പൊക്കോട്ടെ. അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അടുത്തത് ഞാൻ വേറെ ചില കാര്യങ്ങളൂടെ എന്നോട് ചേർത്ത് പറയാൻ പോവാ. ഇറ്റ്സ് ഫ്രീ. ഇത് സൗജന്യമാണ്, ഇതിന് വേറെ മുതൽ മുടക്കൊന്നുമില്ല. ഞാനിതിനകത്ത് ലജ്ജിക്കാത്തതിൻ്റെ കാര്യം എന്തുവാ? ഇറ്റ്സ് ഫ്രീ. ഇറ്റ്സ് ഫ്രീ. സൗജന്യമായി നിങ്ങൾക്ക് തന്നു, നിങ്ങളിത് എന്ത് ചെയ്തേൻ? സൗജന്യമായി കൊടുപ്പേൻ. ഇറ്റ്സ് ഫ്രീ. അടുത്തത് ഞാൻ ഇതിനകത്ത് ലജ്ജിക്കാത്തതിൻ്റെ അടുത്ത കാര്യം, ഐ എം കോൾഡ് ഫോർ ദാറ്റ്. എന്നെ അതിനാ വിളിച്ചേക്കുന്നേ, എന്നെ വിളിച്ചേക്കുന്നേ അതിനാ. ഞാൻ ചോദിക്കട്ടെ, ഒരു സദ്യക്കകത്ത് ഇലയെടുക്കാനും വൃത്തിയാക്കാനായിട്ട് വിളിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് വല്ല നാണമുണ്ടോ? ഇല്ല, അവളെ അതിനാ വിളിച്ചേക്കുന്നേ. ഷീ ഡസ് ഇറ്റ് വെരി ജോയ്ഫുള്ളി. വളരെ സന്തോഷത്തോടെ അവൾ ചെയ്യുന്നതാണ്. കാര്യം എന്നാ? അതിനാ എന്ത് ചെയ്തേ? എന്നെ വിളിച്ചിരിക്കുന്നേ. ചിലർക്ക് 4 പേരെ നിൽക്കുമ്പോൾ ചൂലെടുത്ത് അടിക്കാന്ന് പറഞ്ഞാൽ നാണക്കേടാ, ഭയങ്കര നാണക്കേടാ. എന്നാൽ അതിനായിട്ട് വിളിക്കപ്പെട്ട ഒരു സ്ത്രീക്കോ എത്ര പേര് ഇവിടെ നിന്നാലും അവൾ എന്ത് ചെയ്യും? ചൂലെടുത്തടിക്കും. അതിനാ നിനക്കെന്താടി നാണമില്ലാത്തേ? എന്നെ അതിനാ വിളിച്ചിരിക്കുന്നേ, എന്നെ അതിനാ വിളിച്ചിരിക്കുന്നേ, എന്നെ അതിനാ വിളിച്ചിരിക്കുന്നേ. പൗലോസ് അതിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, സുവിശേഷത്തിനായി എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ച് വിളിച്ച് അധികാരം തന്ന് ഒരു അപ്പോസ്തലനാക്കി എന്നെ വെച്ചിരിക്കുക. സോ ഐ ആം നോട്ട് അഷേംഡ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സുവിശേഷ വേലക്കാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ ലജ്ജയുണ്ടോ? ഈ പണ്ടൊക്കെ കോർപ്പറേഷൻ ജോലിക്ക് ആളുകളെ എടുക്കുമ്പോൾ അവർക്കൊരു യൂണിഫോം കൊടുക്കുമായിരുന്നു. അവരുടെ ഡ്രസ്സാണ്, കാക്കി ഡ്രസ്സ് കൊടുക്കും. കോർപ്പറേഷൻ എല്ലാ ജോലിക്കാർക്കും കാക്കി ഡ്രസ്സാണ് കൊടുത്തിരുന്നത്. ഒരുത്തൻ പറയാ സർക്കാർ ജോലിയാ, ഒരുത്തൻ പറയാ ഞാൻ യൂണിഫോം നടത്തില്ല, എനിക്ക് ഈ കാക്കി ഇഷ്ടമല്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. നിന്നെ അതിനായിട്ട് വിളിച്ചേക്കുന്നത്. നിൻ്റെ ഇൻ്റർവ്യൂ നടത്താൻ നേരത്തും പറഞ്ഞു, ആപ്ലിക്കേഷൻ മേടിക്കാൻ നേരത്തും പറഞ്ഞു, ഇന്ന ജോലിക്കാതെ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നത് വിളിച്ചേക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ചില മിടുക്കന്മാരുണ്ട്, ജോലി അവരെടുത്തിട്ട് അവർ സബ് കോൺട്രാക്ട് കൊടുക്കും. അവർ വീട്ടിൽ ഇരുന്ന് ഒപ്പിട്ട് ശമ്പളം വാങ്ങിക്കുന്നവരായിരിക്കും, പക്ഷേ ജോലി ചെയ്യാൻ വേറെ ആളുകളെ അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ. പൗലോസ് പറയുന്നു, യു നോ വൈ ഐ ആം നോട്ട് അഷേംഡ്. ഞാൻ ലജ്ജിക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? എന്നെ അതിനായിട്ട് ദൈവം വിളിച്ചെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എവിടെ പോയാലും
ഞാൻ എൻ്റെ പേരിന് മുമ്പ് പാസ്റ്ററെ വയ്ക്കത്തുള്ളൂ, വേറെ ഒന്നും വയ്ക്കത്തില്ല. എൻ്റെ പേര് കൊണ്ട് അറിയണം ഞാൻ പാസ്റ്ററാണ്. വേണമെങ്കിൽ ഡോക്ടറൊക്കെ വയ്ക്കാട്ടോ. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, സർട്ടിഫിക്കറ്റ് ഇല്ലാഞ്ഞിട്ടുമല്ല. ഡോക്ടർ വെച്ചാൽ ഇയാൾ വിചാരിക്കും ഞാൻ വേണമെങ്കിൽ വേറെ വല്ല മെഡിക്കൽ ഡോക്ടറാണെന്ന് വിചാരിക്കും ആളുകൾ. എൻ്റെ വേഷം കൊണ്ടും എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ പേര് കൊണ്ടും എൻ്റെ സ്ഥാനം കൊണ്ടും ഞാൻ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവണെന്ന് അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ആം നോട്ട് അഷെയിംഡ്. എനിക്കതുകൊണ്ട് എന്തില്ല, ലജ്ജയില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഞാൻ ഐ എം കോൾഡ് ഫോർ ദാറ്റ്. ഐ എം നോട്ട് അഷെയിംഡ്. എന്തുകൊണ്ടാണ് ഞാൻ ലജ്ജിക്കാത്തത്? എന്നെ അതിനായിട്ടാണ് വിളിച്ചേക്കുന്നത്. ആമേൻ. എന്നെ അതിനായിട്ടാണ് എൻ്റെ ദൈവം വിളിച്ചേക്കുന്നത്. നല്ല ബോധ്യമുണ്ട്. അടുത്തത് 1-ാം വാക്യത്തിൽ തന്നെ ഐ ആം സെപ്പറേറ്റഡ് ഫോർ ദാറ്റ്. എന്നെ അതിനായിട്ട് വിളിച്ചത് മാത്രമല്ല, ദൈവം എന്നെ വേർതിരിച്ചു ഈ ജോലിക്കായിട്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ദൈവം ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചു. എന്നെ അതിനാ വേർതിരിച്ചിരിക്കുന്നത്. അടുത്തത് 8-ാമത്തെ പോയിന്റ്. 8-ാമത്തെ അല്ലേ? ഐ ആം ഓത്തറൈസ്ഡ് ഫോർ ദാറ്റ്. എന്നെ അതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നു. അല്ലെ, എന്നെ അതിനുവേണ്ടി, അത് അപ്പോസ്റ്റൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഐ ആം ഓത്തറൈസ്ഡ്. എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്നെ വിളിച്ചു, എന്നെ വേർതിരിച്ചു, എന്നെ അധികാരപ്പെടുത്തി. അത് പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുന്നു, എന്തുവാ? യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ. എന്നെ അധികാരപ്പെടുത്തി എന്നെ അയച്ചിരിക്കുന്നു എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോസ്തലനാ. അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുമോ? അധികാരത്തോടെ അയക്കപ്പെട്ടവൻ. പാല് മേടിക്കാൻ പോകുന്നവൻ അപ്പോസ്തലനല്ല. ഐ ആം നോട്ട് അഷെയിംഡ്. എനിക്ക് അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒന്ന്, നമ്മൾ ആ വാക്യങ്ങളെല്ലാം ഒന്ന്, ഇതിനകത്ത് ലജ്ജിക്കാനായിട്ടൊന്നുമില്ല. ഇത് 4 പേര് കാണുമ്പോൾ എടുത്ത് പോക്കറ്റ് ഇട്ടണ്ട സാധനമല്ല. ആരും ഇല്ലാത്തപ്പോൾ തുറന്ന് കാണിക്കേണ്ട ഒരു സാധനമല്ല ഇത്. പണ്ട് നമ്മുടെ ചർച്ചിലൊരു വലിയ ബിസിനസ്സുകാരനുണ്ടായിരുന്നു. നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറഞ്ഞ ബിസിനസ്സുകാരൻ, ഭയങ്കര ബിസിനസ്സുകാരനാണ്. പക്ഷേ അയാളുടെ പ്രോഡക്റ്റ് 4 പേര് ഇരിക്കുമ്പോൾ കാണിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് അല്ല. അങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കാണിക്കുന്ന പ്രോഡക്ട്സ് അല്ല അദ്ദേഹത്തിൻ്റെ. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അയാൾ പെട്ടി തുറന്ന് ഈ സാധനം കാണിക്കത്തുള്ളൂ. ഇൻ ഗോസ്പൽ there is nothing to be ashamed. സുവിശേഷത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൽ അവനിൽ ഇരുട്ട് ഒട്ടുമില്ലെന്നാ പറയുന്നത്. In him there is no sin. പാപം അവനിലില്ല. ആ വാക്കുകൾ ഓരോന്നോരോന്ന്, ആ പോയിന്റ്സ് ഒന്നൊന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇറ്റ്സ് ഫോർ ഓൾ. അതുകൊണ്ടാണ് പൗലോസ് ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കില്ലെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ആദ്യ യഹൂദനും പിന്നെ അതന്നെ. അങ്ങനെ ഈ പരിപാടി കിട്ടേ, അതായിരിക്കും നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത്. ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒക്കെ ഉള്ളതാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനൊരു ക്ലൂ കൊണ്ടുവച്ചേ. ആദ്യ യഹൂദനും പിന്നെ യൗവനനെന്ന് വെക്കാൻ കാര്യം തന്നെ നാളെ നോക്കാം നമുക്ക്. Hope you enjoy the class.